No one else makes me feel this way. Don't know what you do. Hold my hand, could you hold my hand? Look me in the eyes. You and me, yeah, that's all I need. And I'll be alright. I'll be right here. I swear that I'll stay here with you. Hold me closer. I wanna stay here with you. All that we have. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മുടെ വീടിനുള്ളിലുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ട്, കാരണം ഞങ്ങൾ നേപ്പാളിൽ പോയി, നേപ്പാളിലെ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഒരു ദിവസം സിനിമ കാണാനൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ വിൻ്റർ സീസണിൽ എനിക്കിങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാനെന്നുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, കാരണം തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു സമയമല്ലേ. ഇപ്പം ഇന്നൊക്കെ ആയിരിക്കും തണുപ്പൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോലും എടുത്തന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ച് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങി. ഭയങ്കര തലവേദനയായിരുന്നു ഇന്ന്. അപ്പോൾ ഒന്ന് ഉറങ്ങിയ ടൈം ഒന്ന് ഫ്രഷ് ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങി എണീറ്റു. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചിട്ട് പണികളൊക്കെ ആരംഭിക്കാമെന്ന് ഓർത്ത് കുളിക്കാൻ പോയി. അപ്പോൾ കുളിക്കാൻ പോയ സമയം കൊണ്ട് പിന്നെ ചേട്ടൻ ചായ ഉണ്ടാക്കി. കാരണം ചേട്ടന് ചായ കുടിച്ചിട്ട് വേണം ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോകാറുണ്ട് എന്നും. സ്കൂളിൽ സാറുമാരൊക്കെ കൂടെ ഒരുമിച്ച് ബാഡ്മിൻ്റൺ കളി ഉണ്ട് ഒരു ഈവനിങ്ങിൽ. അപ്പോൾ അതിനായിട്ട് പോയേക്കണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ ചായ ഉണ്ടാക്കുന്ന ജോലി ഒഴിഞ്ഞു. മിക്കവാറും ദിവസങ്ങളിൽ ചേട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട് ഈവനിങ്ങിൽ. ഞാൻ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ കിടക്കണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫുഡും ആയാലും എല്ലാം ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. 1-2 കൂട്ടമൊക്കെ എടുത്തൊക്കെ ഒന്ന് ബോക്സുകളിലൊക്കെ ആക്കി വെച്ചു. ബാക്കിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ മൊത്തം കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ ഈവനിങ്ങിലത്തെ കുക്കിങ്ങും അങ്ങനത്തെ ജോലികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ കിച്ചണിലേക്ക് കിടക്കണം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമല്ലോ നിങ്ങൾ എൻ്റെ കിച്ചൺ കാണുന്നത്. ഇപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥയൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഉച്ചക്കാലത്തെ തോരനൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അതൊന്നും ഞാൻ പകർത്തി വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കുക. ബീൻസും ക്യാരറ്റും ആയിട്ടുള്ള തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് പകർത്തി വെക്കണം. പിന്നെ ഇതാ ഇവിടെ ചേട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കുള്ള ചായ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ചായ എൻ്റെ ഇവിടെ റെഡി. ചായ കുടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉച്ചക്കാലത്ത് കുറച്ച് ഐറ്റംസൊക്കെ കിടക്കുന്നതിന് മുൻപ് തന്നെ ഒക്കെ എടുത്ത് പാക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് രസമായിരുന്നു, രസം. അപ്പോൾ എൻ്റെ രസം കറി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഉച്ചക്കാലത്തെ രസം കറി ഒരു കുറച്ച് ഇതാ ഇവിടെ എൻ്റെ രസം കറി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതാ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ നമ്മുടെ ഗീസർ, നമ്മുടെ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ കിച്ചണിൽ, അതങ്ങനെ ഓണാക്കി ഇടാൻ പോവാം. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടുവെള്ളത്തിന് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്തിരി നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ എനിക്ക് സ്വെറ്ററൊക്കെ എടുത്തിടേണ്ടി വരും. നല്ല തണുപ്പ്. ആ ഒരു ഈവനിങ് ടൈമിൽ ഇപ്പോൾ തണുപ്പ് കൂടുതലുണ്ട്. രാവിലെയും പകൽ ടൈമിൽ അത്രയ്ക്കും ഡേ ടൈമിൽ നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ല. തണുപ്പുണ്ട്. സ്വെറ്ററും ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം, എന്നാലും സഹിക്കാവുന്ന തണുപ്പുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹീറ്റർ ഓണാക്കാം. വെള്ളം ചൂടാവുമ്പോഴേക്കും ഞാൻ എൻ്റെ ചായ കുടിക്കട്ടെ. ഇവിടെ ഞാൻ ഇന്ന് ബാക്കി വന്ന ചോറൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ വെള്ളക്കടല, നമ്മുടെ കാബൂളി ചനയുണ്ടല്ലോ, കാബൂളി കടല, ഇതാണ് ഞങ്ങൾ ചപ്പാത്തിക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് ലഞ്ചിന് കൊണ്ടുപോയിരുന്നു, ടിഫിനിൽ കൊണ്ടുപോയിരുന്നു ഇതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വാഷിംഗ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകാം. ചായ തണുത്ത് തുടങ്ങി. അപ്പോൾ വേഗത്തിൽ ചായ കുടിച്ചിട്ട് ആരംഭിക്കാം. നമുക്കിവിടെ ഒത്തിരി ജോലികൾ പെൻഡിങ് ആണ്. ഇവിടെ ഞാൻ നാളത്തേക്ക് ഇഡ്ഡലിക്കുള്ള അരി, ഉഴുന്ന് എല്ലാം വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി. വെള്ളം ചൂടായി കഴിയുമ്പോൾ അങ്ങനെ ഓറഞ്ച് കളറിലുള്ള ലൈറ്റ് വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് വെള്ളം ചൂടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്യാൻ ആരംഭിക്കാം.
അപ്പോൾ ഞാൻ എൻ്റെ ഏപ്രിൽ ഒന്ന് എടുത്ത് കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് വാഷ് ബേസിനൊക്കെ നല്ലപോലെ തന്നെ കഴുകിയൊക്കെ കഴിഞ്ഞു. ഇനി തോരനൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം ഈ ഒരു പാനും കൂടെ കഴുകി വെക്കാനുണ്ട്. ഇന്ന് തോരനുണ്ടാക്കിയപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി, വൈകുന്നേരത്തേക്കും കൂടെ കഴുകി ഉണ്ടാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വൈകുന്നേരത്തേക്ക് എൻ്റെ ജോലി കുറേ കുറഞ്ഞു കിട്ടുമല്ലോ. ഇനി വൈകുന്നേരത്തിന് വേറെ തോരനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലേറ്റാവും. നമ്മുടെ മൾട്ടിപർപ്പസ് കിച്ചൺ ക്ലീനർ ആട്ടോ. ഇത് നല്ല സൂപ്പർ ആയിട്ടാണ്. എന്താ വെച്ചാൽ ഒരുപാട് നമ്മുടെ കൈമയൊന്നും ആവരുത്. ഇത്തിരീച്ച് നമുക്ക് ഒഴിച്ചിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നല്ല ഷൈനിങ് വരും. നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ടോപ്പിലൊക്കെ നല്ല അടിപൊളി ഷൈനിങ് വരും. പിന്നെ ഒത്തിരി കൈമയ്ക്ക് ആയി കഴിയുമ്പോൾ കൈക്കൊരു എന്താ പറയുക, ഒരു തരിതരിപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒത്തിരി കൈമയാക്കാതെ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പാലുകാരൻ ചേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ പാലിനുള്ള പാത്രവും അരിപ്പയൊക്കെ സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ പലതരത്ത് ഓടി ചെന്നാൽ മതി, പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു തരും. ഞങ്ങളുടെ 3 പേരുടെയും ടിഫിൻ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കഴിയുമ്പോൾ എടുത്ത് വയ്ക്കുന്നതാണ്. ഇത് നമ്മുടെ എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന സിലിക്കോണിൻ്റെ ട്രേ ആണ്. ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. എയർ ഫ്രയറിൽ നമ്മൾ ചെയ്യുന്ന വേറെ ഒത്തിരി റെസിപ്പികളുണ്ട്. നമുക്ക് ഒത്തിരി ഗുണമുള്ള ഒരുപാട് റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരും വീഡിയോസിലൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കാണിക്കാം. നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ കൂടുതൽ റെസിപ്പീസ് ഇതിനകത്ത് കാണിക്കാം. നമുക്ക് എന്തൊക്കെ എയർ ഫ്രയറിൽ വേറെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇഡ്ഡലി, ദോശ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിനുള്ള കാര്യങ്ങൾ അരയ്ക്കാൻ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രാവിലെ ഞാൻ അരി കഴുകി, പച്ചരി കഴുകി വെള്ളം ഒഴിച്ച് കുതിരാനിട്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കത് ഇത്തിരി നേരം കൂടെ കഴിയുമ്പോൾ ഇതൊന്ന് അരച്ച് വെക്കണം. അപ്പോൾ അരി റെഡി. പിന്നെ ഇവിടെ അടുത്തത് ഉഴുന്നും ഇതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ ഉലുവയാണ് ഈ കാണുന്നത്. ഉഴുന്നും ഉലുവയും കൂടെ ഇതിനകത്ത് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുതിർന്നിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞാനിത് കുറച്ച് അവല്, ഇത് രാവിലെ കുതിർത്തിയതല്ല കേട്ടോ. ഇപ്പം ഞാൻ കിച്ചണിലേക്ക് കടന്നു വന്നപ്പോൾ കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ കുതിർന്നിരിപ്പുണ്ട്.
അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ, എസ്പെഷ്യലി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അവലും കൂടെ ചേർത്ത് അരയ്ക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ചോറ് ചേർത്ത് അരയ്ക്കുന്നതിനേക്കാളും എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നമ്മൾ അവൽ ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി കഴിക്കാനുണ്ടല്ലോ വളരെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കണതാണോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ടിപ്പാണത്. മീൻസ് സോഫ്റ്റ് ആവാനുള്ള ബെസ്റ്റ് ടിപ്പാണ്. ഇത്തിരി അവല് നമ്മൾ കുതിർത്തി അതും കൂടെ നമ്മൾ ചേർത്ത് അരയ്ക്കണമെങ്കിൽ സൂപ്പറായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആവാം. പിന്നെ ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മുടെ ചവ്വരി, ഒരു ശകലം ചവ്വരി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ നല്ല ഒരു വൈറ്റിഷ് കളർ ഉണ്ടാവാനായിട്ട് ചേർക്കുന്നതാണ്. ഇപ്പോൾ ചേർക്കണമെന്ന് നഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇഡ്ഡലിയൊക്കെ നല്ല വെളുത്തിരിക്കുമ്പോൾ നമുക്ക് കാണാനൊരു രസമല്ലേ. അത് ഞാൻ രാവിലെ തന്നെ കുതിരാൻ വെച്ചായിരുന്നു. അവല് മാത്രമാണ് ഇപ്പോൾ കുതിർത്തിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി, അതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് ഞാൻ ഓൾറെഡി ചിക്കൻ മസാലയൊക്കെ തിരുമ്മിയത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് വേഗത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ ഗോതമ്പ് ദോശ, ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് റെഡിയാവും. അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യം സവോള കട്ട് ചെയ്തെടുക്കണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം, പച്ചമുളക് കീറിയെടുക്കണം, തക്കാളി കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഇത്തിരി പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പയ്യെ ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഫ്രിഡ്ജിലാണ്, അതൊക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ നമുക്കത് ആദ്യം എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ഒരുമിച്ച് എല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുള്ള ചിക്കൻ കറി അല്ല ഉണ്ടാക്കുന്നത്, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആരംഭിക്കാം. ഇതിനകത്ത് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ്, ഇവിടെ നമുക്ക് ഇപ്പൊ ഈ വിന്റർ സീസണിൽ കിട്ടുന്ന ചെറുനാരങ്ങ കുറച്ചിങ്ങനെ യെല്ലോയിഷ് കളറാണ്. ഞാൻ നിങ്ങളെ ചെറുനാരങ്ങ കാണിച്ചത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ സാധാ ചെറുനാരങ്ങ കിട്ടും. ഇത് ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ടീച്ചർ കൊണ്ട് തന്നതാണ്. അപ്പോൾ ആ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ച് ക്യൂബ് എടുത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് കേട്ടോ. ഇതാ ഇങ്ങനത്തെ ചെറുനാരങ്ങ കണ്ടോ. അപ്പൊ ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ്, ഈ ഒരു ഓറഞ്ച് കളറിലേക്ക് വരും. അപ്പൊ ഇതിന് നമ്മളൊരു ക്യൂബ് ചിക്കൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ വേഗത്തിൽ കുക്കാവുകയും ചെയ്യും, ടേസ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത്. ഞങ്ങളിങ്ങനെ തലേ ദിവസം ഒരു 3-4 സബോളയൊക്കെ ഇങ്ങനെ തൊണ്ട് കളഞ്ഞൊക്കെ എടുത്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് എടുക്കാൻ നമുക്ക് അതിന് പകരം ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. എന്നാലും ഒരു 3.5 സബോള ഇട്ട് നമുക്ക് ഒരു ചെറുതും കൂടെ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിക്കുള്ളതായി ബാക്കി എനിക്ക് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ തിരിച്ചെടുത്ത് വെക്കാം. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഇതൊക്കെ നമ്മൾ തലേ ദിവസം ക്ലീൻ ചെയ്തൊക്കെ വെക്കണമെങ്കിൽ രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ദോശമാവൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ സവോളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തക്കാളിയും കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം പാൻ അടുപ്പത്ത് വെക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇതൊന്ന് നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നവംബർ 23 സ്കൂൾ അടച്ചതാണ്. 23 സ്കൂൾ അടച്ചിട്ട് ജനുവരി 16 കുട്ടികൾക്ക് തുടങ്ങിയത്. 8ാം ക്ലാസ് വരെയുള്ളവർക്ക്. 9ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് അതിന് മുന്നേ തുടങ്ങിയായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഒരാഴ്ച മുമ്പേയൊക്കെ തൊട്ട് തുടങ്ങിയായിരുന്നു. അതായത് തണുപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞ് വ്യത്യാസമൊക്കെ വന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയ സമയത്ത്
അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഗോതമ്പ് ദോശയ്ക്കുള്ളതും നല്ലപോലെ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുക്കാം. അതേ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ഇഡ്ഡലിക്കുള്ളത് അരച്ച് വെക്കാനുണ്ട്. ചിക്കൻ നടപ്പത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇഡ്ഡലിക്കുള്ളത് അരയ്ക്കാനായിട്ട്. നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള മാവിന്റെ റെസിപ്പി കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ഇതിനകത്ത് ചേർത്തേക്കണം, ഞാൻ എങ്ങനെയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ സെപ്പറേറ്റ് ഞാൻ റെസിപ്പി ആയിട്ട് ഒരു വീഡിയോ ഇടാട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. പാലുകാരൻ ചേട്ടൻ വിളിക്കുന്നുണ്ട്. പാല് വന്നിട്ടുണ്ട്. അഞ്ചു പാല് വാങ്ങിക്കുന്നു. 5 മുപ്പതും പാല് വാങ്ങിക്കും. ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, നമ്മുടെ സാധാ എരിവിനുള്ള മുളക് പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ടുണ്ട്. കരിയാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ വീട്ടിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി. പിന്നെ എന്താ നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ, അപ്പം അതും ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കാം കേട്ടോ. ഫിഷ് മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല. ഇത് 3 in 1 ബോക്സാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ പെട്ടെന്ന് എടുക്കുന്ന നേരത്ത് കൺഫ്യൂഷൻ വരില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കാം. എല്ലായിട്ടും മസാലകളൊക്കെ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വേഗത്തിൽ കുക്കാവാനായിട്ടും പിന്നെ നമുക്ക് ചിക്കനിലേക്കും വേണ്ടി ഞാൻ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടെ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും നമുക്ക് തക്കാളി കുക്കായി കിട്ടാനും ഒക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന നാരങ്ങ നീരിൻ്റെ ക്യൂബ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് തരാം. അപ്പോൾ കുറച്ച് അത് അലുത്തിന് അതിൻ്റെ നീരായിട്ടുണ്ട്, ജ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് ചിക്കനൊക്കെ നല്ലപോലെ മിക്സാക്കി നമ്മൾ കുറച്ചെടുത്തിട്ട് ഇത് അടച്ചു വെക്കണം. ഞാൻ ഫ്ലെയിം ഒരു ഇത്തിരി കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലിക്കുള്ളത് ആദ്യം അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. നമ്മൾ കുതിർത്തിയിരിക്കുന്ന അവലും ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്. നമ്മൾ കുതിർത്തിയെടുത്ത ചവ്വരിയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചായിട്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ഞാൻ ഉഴുന്ന് കുതിർത്തിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ അരി അരച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ വേണമെങ്കിലും അരക്കാട്ടോ. ചിലപ്പോൾ ഞാൻ ഉഴുന്നാണ് ആദ്യം അരച്ചെടുക്കാറ്. ചിലപ്പോൾ കുറച്ച് അരി അരിച്ചിട്ട് ഉഴുന്നരയ്ക്കും. എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ജാറ് ഇതവിടെ ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഫുൾ ഞാൻ എടുക്കാറില്ല, ഇത്രയ്ക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും അരയ്ക്കാറ്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് മാവ് നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉഴുന്നെടുക്കാം കേട്ടോ. ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും അരച്ചിട്ട് വരാം. ഞാൻ അരിയും ഉഴുന്നൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേന് മാത്രമല്ല വൈകുന്നേരമൊക്കെ ദോശ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അഞ്ചുമണിക്കായാലും ആ ചൂടുവെപ്പാടെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് പകരം നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയാലും വൈകുന്നേരമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ലൈറ്റ് ഫുഡായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദോശ വേണമെങ്കിൽ തന്നെ നെക്സ്റ്റ് ഡേയിലും നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമല്ലോ. ഫ്രിഡ്ജിനകത്ത് മാവ് വെച്ചാൽ 1-2 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കും. അതുകൊണ്ട് കുറച്ച് അരിയും ഉഴുന്നൊക്കെ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പാല് 5 വെച്ചിട്ടുണ്ടായിരുന്നു. അതാ പാല് എത്തിയിട്ടുണ്ട്. പാല് നമുക്ക് ഇപ്പുറത്ത് ഗ്യാസ് സ്റ്റോവ് വയ്ക്കാം. പാലോടി തിളക്കിയിട്ട് ഇപ്പോൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്തിട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കനോടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിക്കൻ കറി ഇതാ കായിക്കൊണ്ടിരിക്കുന്നു. സവോളയിൽ നിന്ന് ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. പാല് ഇതവിടെ അടുപ്പത്ത് പാലിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കലക്കി വെക്കട്ടെ. ഇപ്പൊ വിന്റർ സീസൺ ആയതുകൊണ്ട് രാവിലത്തേക്ക് ഇത് വീർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഡൗട്ട്ഫുൾ ആണ്. ഞാൻ തെർമൽ കുക്കറിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. ചിലപ്പോഴൊക്കെ ആയി വരാറുണ്ട്, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇറക്കി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. രാവിലത്തേക്ക് ആവണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കും.
നമ്മുടെ ഇഡ്ഡലി മാവ് കൂടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ അടച്ചു വെക്കണം. നമുക്ക് തെർമൽ കുക്കർ എടുക്കണം. തെർമൽ കുക്കറിനകത്തേക്ക് വേണം ഇത് ഇറക്കി വെക്കാനായിട്ട്. അപ്പം ഇറക്കി വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം. പിന്നെ എൻ്റെ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് സെറ്റ്. പാലിവിടെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടതാണ്. നമുക്കിനി പാലെടുത്ത് മാറ്റി വയ്ക്കണം. നമുക്ക് ചിക്കൻ കറീനെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയ്ക്കുള്ള പാനൊക്കെ ഞാൻ ഇവിടെ വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അവിടെ കിടന്ന് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇവിടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ദോശയ്ക്ക് കോരി ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു ശകലം നെയ്യ് ഇതങ്ങനെ മോളിക്കോടെ ഒന്ന് പയ്യെ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ടേസ്റ്റിനായിട്ട്. അഞ്ജുവിന് ചെറിയ ചെറിയ ദോശ ഇഷ്ടം. ഇങ്ങനെ വലിയ ദോശ ഉണ്ടാക്കുന്നേക്കാളും വലിയ ദോശ ഇഷ്ടമാണ്. നമ്മൾ വൈറ്റ് ദോശ ഉണ്ടാക്കുമല്ലോ, ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു മാവൊക്കെ എടുത്ത് നമ്മൾ ദോശ ഉണ്ടാക്കൂലേ, വൈറ്റ് ദോശ, മൊരിഞ്ഞ ദോശ, വലിയത് ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടം. ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇഷ്ടം. അതുപോലെ അപ്പം ഉണ്ടാക്കുമ്പോഴും ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കണമെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അഞ്ജുവിന് വേണ്ടി ചെറുത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ അപ്പം ഉണ്ടാക്കി ചെറിയ ദോശ ഉണ്ടാക്കി തരാനൊക്കെ പറയാറുണ്ട്. അതേ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ചൂടൻ ദോശ, ചിക്കൻ കറി. ഇനി ഞാൻ അഞ്ജുവിന് വേണ്ടിയിട്ട് 2-3 ചെറിയ ദോശ ഉണ്ടാക്കുന്നുണ്ട്. സെൻറ്ററിൽ ഫ്ലെയിം കൂടുതലാണ്. അപ്പോൾ സെൻറ്ററിലത്തെ വേഗം കുക്കാവും. ഞാൻ മറിച്ചിടാൻ വൈകി ഉണ്ടോ, വളരെ വേഗത്തിൽ തന്നെ സെൻറ്ററിൽ കുക്കായി കിട്ടും നമുക്ക്. അപ്പോൾ ചിക്കൻ കറി നമ്മുടെ അവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കാൻ പോവാം. ചിക്കൻ ഞാൻ എന്താ ഓഫാക്കി. അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഗോതമ്പ് ദോശ ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും കൂടെ എനിക്ക് ഉണ്ടാക്കാറുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശ റെഡിയായി. ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് റെഡി, ഡിന്നർ റെഡി. പിന്നെ നമുക്കിനി പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഈവനിങ് വ്ളോഗ്. ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.